നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് നടന്ന അവയവ കച്ചവടത്തിന് ഇരയായവർ ഇറാനിൽ നിന്ന് തിരിച്ചെത്തിയോ എന്നതിൽ സ്ഥിരീകരണം ഇല്ലാതെ അന്വേഷണ സംഘം. സബിത്ത് നാസർ അവയവ കച്ചവടത്തിനായി ഇറാനിൽ എത്തിച്ചതായി പറയുന്ന പാലക്കാട് സ്വദേശി ഷമീർ നാട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ വ്യക്തമായി. സബിത്തിന്റെ മൊഴിയിൽ പറയുന്ന മറ്റ് 19 ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടാകും. നടന്നത് അവയവ കച്ചവടം മാത്രമോ എന്നതും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. 2019 മുതൽ നാളിതുവരെ ബേക്കറി ജീവനക്കാരനായിരുന്നു തൃശൂർ സ്വദേശി സബിത്ത് നാസർ. 20 പേരെ കുവൈറ്റ് വഴി ഇറാനിലെത്തിച്ച് അവയവ കച്ചവടം നടത്തിയതായാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. സബിത്ത് സാമ്പത്തിക പരാധീനത കാരണം അവയവ കച്ചവടത്തിലേക്ക് തിരിഞ്ഞതായാണ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഒരു ഇടപാടിൽ തന്നെ ഇരകൾക്ക് 6 ലക്ഷം രൂപ നൽകുമ്പോൾ സബിത്തിന് ലഭിക്കുന്നത് 10 മടങ്ങ് തുകയാണെന്നും പോലീസിന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിലാണ് സബിത്ത് ഇറാനിലെത്തിച്ച് അവയവ കച്ചവടത്തിനിരയാക്കിയ പാലക്കാട് തിരുനെല്ലായി സ്വദേശി ബഷീറിന്റെ മകൻ ഷമീർ പാസ്പോർട്ടും മറ്റു രേഖകളുമായി നാട്ടിൽ നിന്ന് പോയിട്ട് 1 വർഷത്തോളമാകുന്നതായും മടങ്ങി എത്തിയിട്ടില്ലെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. അവയവക്കടത്ത് മാത്രമാണോ നടന്നിട്ടുള്ളതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കും മുന്നിലുയരുന്ന ചോദ്യം. സബിത്ത് ഇറാനിലേക്ക് കടത്തിയതായി പറയുന്ന മറ്റ് 19 പേർ തിരിച്ചെത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ട്. സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് വിവിധ കേന്ദ്ര ഏജൻസികൾ സമീപിച്ചിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വിവരവും പുറത്തുവിടരുതെന്നും കേന്ദ്ര ഏജൻസികൾ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതേസമയം ഇറാനിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു മലയാളിയുണ്ടെന്നും സബിത്തിനറിയാവുന്ന അയാളുടെ പേരും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വരും ദിവസങ്ങളിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാവും നിർണായകമാവുക. ജനം, കൊച്ചി.